സോഷ്യൽ മീഡിയൻ ഇൻഫ്ലുവൻസർ എന്ന പേരിൽ സജീവമാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 6 പങ്കെടുത്ത ശേഷമാണ് ജാസ്മിൻ ജാഫറിനെ കൂടുതൽ ആളുകൾ അറിഞ്ഞത്. കൊല്ലം സ്വദേശിനിയായ താരം ആ സീസണിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു. ബുദ്ധിപരമായി കളിച്ചിരുന്നെങ്കിൽ കപ്പുയർത്താൻ പോലും കഴിയുമായിരുന്നു. പക്ഷേ ജാസ്മിൻ്റെ വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളും ഗബ്രിയുമായുള്ള സൗഹൃദവും വോട്ടിനെ ബാധിക്കുകയും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ബിഗ് ബോസിന് ശേഷം വർക്കിനും മറ്റുമായി കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയാണ് താരം. ഇപ്പോഴിതാ ബീബിക്ക് ശേഷമുള്ള തൻ്റെ 2 വർഷത്തെ ജീവിതം എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തുകയാണ് ജാസ്മിൻ. കഴിഞ്ഞ 2 വർഷം വളരെ പ്രയാസമേറിയ ഒന്ന് തന്നെയായിരുന്നു. ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നെന്നും ഉറക്കം പോലും നഷ്ടപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ഓക്കെ ആയിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ പേരിലുണ്ടായ ബാഗേജ് 70% കുറഞ്ഞു. കുറേ കുറ്റബോധവും കൺഫ്യൂഷനും എല്ലാം ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നമുണ്ടായാലും കുറച്ച് സമയം കഴിയുമ്പോൾ ഒളിച്ചോടി നടക്കുകയായിരുന്നത് കാണാമായിരുന്നല്ലോ. ബീവി കണ്ടിട്ടുള്ളവർ എന്നോട് പറയുമായിരുന്നു. എൻ്റെ ജീവിതം കൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ മാറിയത്. കാരണം കടങ്ങൾ ഒരുപാടുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ എന്നും അടിയും ബഹളമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോങ്ങായി മാറി. കരഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആകും. ബീവിയിൽ നിന്ന് ഞാൻ പുറത്തു വന്ന സമയത്ത് ആളുകൾ പറയുമായിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. ഷോ കഴിഞ്ഞ് വന്ന ശേഷം യാത്രകളൊക്കെ ചെയ്തെങ്കിലും എനിക്ക് ഉറക്കമില്ലായ്മ, ദേഷ്യം, സങ്കടം, ഇറിറ്റേഷൻ എല്ലാം എപ്പോഴും ഉണ്ടായിരുന്നു. എന്തെന്നറിയാത്ത ഒരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയതുപോലെ എനിക്ക് തോന്നി. പുറത്ത് പറയാൻ പറ്റില്ലല്ലോ, നാണക്കേടായില്ലേ. മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോയതെന്നും വീട്ടിൽ നിന്ന് ആരോട് പോലും പറഞ്ഞിരുന്നില്ല. ആര് ഫോൺ വിളിച്ചാലും എടുക്കാറില്ലായിരുന്നു. ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. സോഷ്യൽ മീഡിയ വേണ്ടെന്ന് വരെ തീരുമാനിച്ച സമയം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ സൈക്കോളജിസ്റ്റിനെ കണ്ട് തെറാപ്പി എടുത്തു. പക്ഷേ റിലീഫ് കിട്ടിയില്ല. ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കണമെന്ന് വരെ അയാൾ എന്നോട് പറഞ്ഞു. അതുപോലെ ഞാൻ കാരണം ഒരാൾ ഭയങ്കരമായി വിഷമിച്ച് ബുദ്ധിമുട്ടിയെന്നറിഞ്ഞപ്പോൾ വലിയ കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. ഞാനുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരുമായി നല്ല ടൈപ്പാണ് ഇപ്പോൾ. ചിലപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. സുഹൃത്തുക്കളോടടക്കം എല്ലാം പറഞ്ഞ് സോറി പറഞ്ഞ് പൊരുത്തപ്പെട്ടു. 2 വർഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് എന്നും ജാസ്മിൻ പറയുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ എത്തിയത്. അവിടെ വെച്ച് സഹമത്സരാർത്ഥിയായ ഗബ്രിയുമായി ജാസ്മിൻ സൗഹൃദത്തിലായി. അവർക്ക് പോലും അറിയാത്ത രീതിയിലേക്ക് ആ ബന്ധം വളരുകയും ചെയ്തു. പ്രേക്ഷകർ അതിനെ പ്രണയമായിട്ടാണ് വ്യാഖ്യാനിച്ചത്. ഗബ്രിയോടുള്ളത് ഏതുതരം റിലേഷൻഷിപ്പാണ് ഷോ അവതാരകം വരെ ചോദിച്ചിട്ടും ജാസ്മിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഗബ്രിയുമായുള്ള സൗഹൃദം ചർച്ചയായതോടെ നിശ്ചയിച്ച വെച്ച ജാസ്മിൻ്റെ വിവാഹം മുടങ്ങി. മാത്രമല്ല വലിയ രീതിയിൽ ഏറെക്കാലം സൈബർ ബുള്ളിങ്ങിന് അനുഭവിക്കേണ്ട അവസ്ഥയും വന്നു.